ഹലോ എവ്രി വൺ. തേർഡ് മോഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള ഒരു ടോപ്പിക്കാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് നോക്കാം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ is defined as the quantity expressed by the body resisting angular acceleration. അതായത് ഒരു ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആംഗുലാർ ആക്സിലറേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന ടേമാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. It is the sum of the product of the mass of every particle with the square of the distance from the axis of rotation. അപ്പോൾ നമ്മൾ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് റൊട്ടേഷൻ ആണ് വരുന്നത്. അപ്പോൾ റൊട്ടേഷൻ സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസ് ഓഫ് എവറി പാർട്ടിക്കിൾ വിത്ത് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഇതൊരു ഇറഗുലർ ലാമിന, ഒരു പ്ലേറ്റ് എന്നിരിക്കട്ടെ. അപ്പോൾ അതിന് രണ്ട് ആക്സസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എക്സ് ആക്സിസിൽ നിന്ന് അതിനകത്ത് ഒരു പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു ചെറിയ ഏരിയ ഡി എ എന്ന് പറയുന്ന ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് എക്സ് ആക്സിസിൽ നിന്ന് ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസ് മാറി വൈ ആക്സിസിൽ വൈ ഡിസ്റ്റൻസ് മാറി എക്സ് വൈ കോർഡിനേറ്റ് ഉള്ള ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ചെറിയ പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് വൈ സ്ക്വയർ ഡി എ ആണ്. ഓക്കെ, വൈ എബൌട്ട് ദ എക്സ് ആക്സിസിന് എബൌട്ടായിട്ട് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുക്കുമ്പോൾ വാല്യൂ ഈസ് വൈ സ്ക്വയർ ഡി എ. ഇനി എന്താണ് ഈ ഇൻ്റഗ്രൽ വരുന്നത്? ഇൻ്റഗ്രേഷൻ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? ഒരു ചെറിയ പാർട്ടിക്കിളിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹോൾ ബോഡിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അപ്പം ഒരു ചെറിയ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വൈ സ്ക്വയർ ഡി എ ആണെങ്കിൽ the moment of inertia of the entire lamina about x-axis will be equal to integral y square dA. Similarly, y-axisന് about ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കിൾ മാത്രം എടുത്താൽ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ ഡി എ. അതായത് വൈ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഡി എ, സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ഡി എ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്നത്. അതിനെ നമുക്ക് എൻറ്റയർ ലാമിനേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ. ഓക്കെ, അപ്പോൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മളിപ്പം ഓരോ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് റൊട്ടേറ്റിംഗ് പാർട്സിനെല്ലാം ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷിപ്പ് ബിൽഡിങ്ങിൽ മെഷീൻസിലെല്ലാം റൊട്ടേറ്റിംഗ് പാർട്ട് എവിടെ വരുന്നുണ്ടോ അതിനകത്തെല്ലാം ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി എക്സ്പ്രസ്ഡ് ബൈ ദ ബോഡി റെസിസ്റ്റിംഗ് ആംഗുലാർ ആക്സിലറേഷൻ. റൊട്ടേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആക്സിലറേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവിനെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസ് ഓഫ് എവറി പാർട്ടിക്കിൾ വിത്ത് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു പാർട്ടിക്കിൾ എടുത്തു, എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഹോൾ ലാമിനയ്ക്കായിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ രണ്ട് തിയറമാണുള്ളത്, parallel axis theorem and perpendicular axis theorem. Okay, so theorems in moment of inertia എന്ന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് വേണം ഫസ്റ്റ് തിയറം എഴുതാൻ, parallel axis theorem. The moment of inertia of a plane lamina about any axis parallel to the centroidal axis is equal to the sum of its moment of inertia about the centroidal axis with the product of its area and square of the perpendicular distance between two parallel axes. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഇത് വെച്ചിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് എനി ആക്സിസ് പാരലൽ ടു ദ സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചു. അതിൻ്റെ എല്ലാ പ്രോബ്ലത്തിലും ലാസ്റ്റിൽ നമ്മൾ സെൻട്രോയിഡൽ ആക്സിസ് വരച്ചായിരുന്നു. സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെയാണ് സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് എനി ആക്സിസ് പാരലൽ ടു ദ സെൻട്രോയിഡ് ആക്സിസ്. സോ ഈ പോകുന്ന IG എന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ് സെൻട്രോയിഡൽ ആക്സിസ്. ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ആക്സിസിന് എബൌട്ടായിട്ട് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എടുക്കണമെങ്കിൽ that will be equal to the sum of the moment of inertia about the centroidal axis. സെൻട്രോയിഡൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഏരിയ ആൻഡ് സ്ക്വയർ ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസ്. ഈ ലാമിന അല്ലെങ്കിൽ ബോഡിയുടെ ഏരിയയും അതും ഈ പുതിയ നമ്മൾ എടുക്കുന്ന പാരലൽ ആക്സിസും തമ്മിലുള്ള സെൻട്രോയിഡൽ ആക്സിസും പാരലൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും
തമ്മിലുള്ള പ്രോഡക്റ്റ് സെൻട്രോയിഡൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പുതിയ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമുക്ക് വേണ്ടത് സെൻട്രോയിഡൽ ആക്സിസിന് പാരലായി പോകുന്ന ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് സെൻട്രോയിഡൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ എ ബിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എ ഇൻറ്റു എച്ച് സ്ക്വയർ. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ലാമിന ആൻഡ് എച്ച് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രോയിഡൽ ആക്സിസ് ആൻഡ് ദ പാരലൽ ആക്സിസ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാരലൽ ആക്സിസ് അല്ലെങ്കിൽ എ ബി എന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. Okay, so if Ig is the moment of inertia of the lamina of area A about its centroidal axis in the plane of the lamina, then the moment of inertia about any axis AB parallel to the centroidal axis and at a distance h from the centroidal axis is given by IAB is equal to Ig plus AH square. Very, very important relation. കാണാതറിയേണ്ടതാണ്. ഇതിൽ ഐ എ ബി എന്ന് പറയുന്നത് എന്താണ്? ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന വേറെ ഏതോ ഒരു ആക്സിസ് ആണ്. അതിന് അബൌട്ട് ആയിട്ട് ഈ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ജി. ഐ ജി എന്താണ്? സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എ എച്ച് സ്ക്വയർ. എ എന്താണ്? ഏരിയ ഓഫ് ദ ലാമിന. എച്ച് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the centroidal axis and the axis AB. So IAB is equal to IG plus AH square. Very important relation. നമുക്ക് അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. Next is perpendicular axis theorem. If Ix and Iy are the moment of inertia of a lamina about two mutually perpendicular axes xx and yy, then the moment of inertia of the lamina about an axis ZZ which is perpendicular to xx and yy and passing through the point of intersection of these axes is given by Iz is equal to Ix plus Iy. അപ്പോൾ വായിക്കുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറമാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ഐ എക്സും ഐ വൈ എന്ന് പറയുന്നത് രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ഒരു ലാമിന ഉണ്ട്, അതിൻ്റെ ഏരിയ എ ആണ്. അതിന് എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സും വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ വൈയും ആണ്. എക്സും വൈയും പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ മൂന്നാമതൊരു ആക്സിസ് ഇസഡ് ഇസഡ് എന്ന് പറയുന്ന ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസഡ് ഇസഡിൻ്റെ കണ്ടീഷൻ എന്താണ്? അത് ഈ ഐ എക്സിനും എക്സിനും വൈക്കും പെർപെൻഡിക്കുലറും ആയിരിക്കണം. and it should be passing through the point of intersection of x and y. എക്സിനും വൈൻ്റെയും പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനും കൂടെ പാസ് ചെയ്യുകയും എക്സിനും വൈക്കും പെർപെൻഡിക്കുലർ ആയിട്ട് പോവുകയും ചെയ്യുന്ന മൂന്നാമതൊരു ആക്സിസിനുമായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് ആക്സിസിന് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആയിരിക്കും. ഓക്കെ, സോ ഐ ഇസഡ് എന്ന് പറയുന്നത് Z is an axis which is perpendicular to both x and y and passing through the intersection of x and y. So Iz is equal to Ix plus Iy. So that is perpendicular axis theorem. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സ്റ്റാൻഡേർഡ് സെക്ഷൻ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെക്ഷൻസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് പറയുന്നത്. ഈ റെക്റ്റാങ്കിൾ ശ്രദ്ധിച്ച്, ഇവിടെ ബി ആണ് അതിൻ്റെ വിഡ്ത്ത്, എച്ച് ആണ് അതിൻ്റെ ഹൈറ്റ്. ബിയും എച്ചും. അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്ന ജി ആണ്. സെൻട്രോയിഡൽ ആക്സിസ് ആണ് ഈ പാസ് ചെയ്ത് പോകുന്നത്. ആ സെൻട്രോയിഡൽ ആക്സിസിൻ്റെ ഇത് എക്സ് സെൻട്രോയിഡൽ ആക്സിസും ഇത് വൈ സെൻട്രോയിഡൽ ആക്സിസും ആണ് അല്ലേ. ഇനി ഈ എക്സ് സെൻട്രോയിഡൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ബി എച്ച് ക്യൂബ് ബൈ 12. ബി ഇൻറ്റു എച്ച് ക്യൂബ് ബൈ 12. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആക്സിസിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷൻ ആയിരിക്കണം. So BH cube by 12 B is the distance or length of the rectangle which is parallel to the x-axis. So B into ഇനി മറ്റേ ഡയറക്ഷനിൽ വരുന്നതാണ് h. So B into h cube by 12. Similarly നമ്മൾ y ആക്സിസിന് എടുക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ് വരേണ്ടത്? ഈ B, അതായത് ക്യൂബ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് ആക്സിസിന് പാരലായിട്ട് വരുന്ന ടേം ആയിരിക്കണം. സോ ഇവിടെ y ആക്സിസ് ആകുമ്പോൾ അതിന് പാരലായിട്ട് വരുന്നത് ഈ h ആണ്. സോ h ഇൻറ്റു other dimension is b, so h into b cube by 12. So the വളരെ important relation again. ഒരു rectangular സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ about the centroidal axis. So x ആക്സിസിന് about ആയിട്ട് വരുമ്പോൾ
അതിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷൻ വേണം ആദ്യം എടുക്കാൻ, അതായത് ക്യൂബ് ഇല്ലാതെ എടുക്കാൻ. സോ ബി ഇൻറ്റു അതർ ഡയമെൻഷനാണ് ക്യൂബ് വരേണ്ടത്, എച്ച് ക്യൂബ് ബൈ 12. ഇനി ഐ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് ഇൻറ്റു ബി ക്യൂബ് ബൈ 12. എച്ച് എന്ന് പറയുന്നതാണ് വൈ ആക്സിസിന് പാരലായിട്ട് വരുന്നത്. സോ എച്ച് ബി ക്യൂബ് ബൈ 12. ഇനി സ്ക്വയറിനാണെങ്കിൽ എന്താണ്? സ്ക്വയറിനാകുമ്പോൾ ഇവിടെ ബിയും എച്ചും ഒരേ ഡയമെൻഷനാണ്. അപ്പോൾ ഇത് എ സൈഡ് ലെങ്ത് ഉള്ള ഒരു സ്ക്വയറാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ്, പക്ഷേ അത് രണ്ടും ഒരേ ടേം ആയതുകൊണ്ട് തന്നെ എ റൈസ് ടു 4/12 ഇവിടെ എ റൈസ് ടു 4/12. സിമിലർലി ട്രയാങ്കിളിനെ നോക്കിക്കേ, ബി എച്ച് ക്യൂബ് ബൈ 36. സെൻട്രോ എക്സ് സെൻട്രോയിഡൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ബി ഏതാണ്? ആ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷനാണ് ബി വരുന്നത്. സോ ബി എച്ച് ക്യൂബ് ബൈ 36. ഇനി വൈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് എച്ച് ബി ക്യൂബ് ബൈ 48. ഓക്കെ, അപ്പോൾ ആ ഡയമെൻഷൻസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന ആക്സിസിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷനാണ് ഇവിടെ ക്യൂബ് ഇല്ലാതെ വരുന്നത്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആക്സിസിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷനാണ് ക്യൂബ് ഇല്ലാതെ വന്നത്, എച്ച് ഇൻറ്റു ബി ക്യൂബ് ബൈ 48. ഇവിടെ ഒരു സർക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്, അത് ഐ എക്സും ഐ വൈയും ഒരേ വാല്യൂ ആണ്, പൈ ഡി റൈസ് ടു 4/64. ഇനി ഇവിടെ നോക്കിക്കുക, ഒരു ഹോളോ സിലിണ്ടർ ആണ്. അപ്പോൾ അതിൻ്റെ ഇന്നർ ഡയമീറ്റർ സ്മോൾ ഡിയും ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡിയുമാണ് എങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ ആക്സിസും ഒരേ വാല്യൂ തന്നെയാണ്, π/64 ഇൻറ്റു ക്യാപിറ്റൽ ഡി റൈസ് ടു 4 മൈനസ് സ്മോൾ ഡി റൈസ് ടു 4. ഇനി അതുപോലെ ഒരു ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ, ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 1/12 ഇൻറ്റു ബി എച്ച് ക്യൂബ് മൈനസ് ബി എച്ച് ക്യൂബ്. അപ്പോൾ നമ്മൾ സാധാരണ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ബി എച്ച് ക്യൂബ് ബൈ 12 ആണ്. സോ ഹോളോ റെക്റ്റാങ്കിൾ ആണെങ്കിൽ 1/12 ഇൻറ്റു ക്യാപിറ്റൽ ബി എച്ച് ക്യൂബ് മൈനസ് സ്മോൾ ബി എച്ച് ക്യൂബ്. ക്യാപിറ്റൽ ബി വെച്ച് നോക്കി എന്താണ്? ഈ ഔട്ടർ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും വിഡ്ത്തുമാണ് ക്യാപിറ്റൽ ബിയും ക്യാപിറ്റൽ എച്ചും. ഇന്നർ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും ഡെപ്തുമാണ് സ്മോൾ ബിയും സ്മോൾ എച്ചും. സോ ഇതിന് ഐ എക്സും ഐ വൈയും ഒരേ വാല്യൂ ആണ്, 1/12 ഇൻറ്റു ബി എച്ച് ക്യൂബ് മൈനസ് ബി എച്ച് ക്യൂബ്, 1/12 ഇൻറ്റു ബി എച്ച് ക്യൂബ് ബൈ ബി എച്ച് ക്യൂബ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം ഉള്ളത്, അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ വ്യത്യാസം നമ്മൾ ഡയമെൻഷൻ എടുക്കുന്ന സമയത്താണ് വ്യത്യാസം വരുന്നത്. എച്ച് ബി ക്യൂബ് മൈനസ് എച്ച് ബി ക്യൂബ് ആണ്. നമ്മൾ റെക്റ്റാങ്കിളിൽ പറഞ്ഞ അതേ ഡിഫറൻസ് ഇവിടെയുണ്ട്, 1/12 ഇൻറ്റു ക്യാപിറ്റൽ എച്ച് ബി ക്യൂബ്. ഈ ആക്സിസ് എടുക്കുന്ന ആക്സിസിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷനാണ് ക്യൂബ് ഇല്ലാതെ എഴുതേണ്ടത്. സോ ക്യാപിറ്റൽ എച്ച് ഇൻറ്റു ബി ക്യൂബ് മൈനസ് സ്മോൾ എച്ച് ഇൻറ്റു ബി ക്യൂബ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലും നിങ്ങൾ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചെയ്യുന്നുണ്ട്. താങ്ക് യു.